എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തേനീച്ചയ്ക്ക് ഫീഡ് കൊടുക്കാൻ തന്നെയായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കൂട് പോയിട്ടുണ്ട്. അപ്പം ഒത്തിരി കൂടുള്ളവർക്കൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു പുതുമയൊന്നും അല്ലായിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് കൂടുകളൊന്നും ഇല്ലല്ലോ. പിന്നെയല്ല, നമ്മൾ ഈ ഈച്ചയുടെ കുത്തെല്ലാം കൊണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഓരോന്നിനെ പിരിച്ചും പെറക്കിയൊക്കെ ഒന്നേലൊന്ന് കൊണ്ടുവരുമ്പോഴേക്കുണ്ട് ഇതിങ്ങനെ പോകുമ്പോൾ ഭയങ്കര സങ്കടം. ഇതിപ്പോൾ 2 ദിവസമായി ഈ കൂട് പോയിട്ടേ. കൂട് ഉണ്ടോ ചെറുതായിട്ട് അതിന് അടപ്പുഴു ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ അടകളൊക്കെ ദ്രവിക്കാനും തുടങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അടയെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണം. ഇത് നമ്മൾ ഒത്തിരി എഫേർട്ടുള്ളൊരു പരിപാടിയായി തേനീച്ച കൃഷി എന്ന് പറയുന്നത്. നല്ല നാച്ചുറലായിട്ടുള്ള ഹണി നമുക്ക് ഉപയോഗിക്കാം എന്നതിലുപരി നല്ലൊരു ഫുഡ് ആയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഈച്ചയുടെ കുത്തുകൊള്ളുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യവുമല്ല. ചിലപ്പോൾ ഇതിന് ഫീഡ് കിട്ടാതിരുന്നത് കൊണ്ടോ ഒക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മേ ബി അതായിരിക്കാം റീസൺ. കാരണം ഞങ്ങളൊരു 10 ദിവസമായിട്ട് തിരക്കായിട്ട് ഈച്ചയുടെ അടുത്തോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫീഡ് കൊടുക്കണം. മഴക്കാലമാണ്, പ്രോപ്പറായിട്ട് അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് ഫീഡ് അങ്ങോട്ട് കൊടുക്കുമ്പം അങ്ങനെയും പോകും. ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊടുക്കാതിരുന്നേച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ ഭക്ഷണം പെട്ടെന്ന് ശേഖരിച്ച് ഇവരങ്ങ് പറന്നു പോയിന്നിരിക്കും. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ദിവസം കൊടുക്കാതെയൊക്കെ ഇരുന്നതല്ലേ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടയ്ക്കകത്തൊന്നും ഒരൊറ്റ മുട്ട പോലും ഇല്ല കേട്ടോ. മുട്ടയെല്ലാം മുഴുവൻ റാണി മുട്ടയിടാതെ ഇരുന്ന് അതിനുള്ളിൽ ഉണ്ടായിരുന്ന പ്യൂപ്പകളെല്ലാം വിരിഞ്ഞതിന് ശേഷമാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവർ പോകാനായിട്ട് തന്നെ ഇരുന്നൊരു കൂടാണ്. എന്ത് നമ്മൾ ചിലപ്പോൾ എത്രത്തോളം ഇതിനെ സേഫാക്കി വെക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പം ഈ കൂട് പോകും. പോകാനുള്ള കാര്യം തന്നെയാണ്. കാരണം അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു മുട്ട പോലും ഇടാതെ, റാണി മുട്ട പോലും ഇട്ടിട്ടില്ല. നമ്മൾ നേരത്തെ സെറ്റായിയൊക്കെ വന്ന് ഒരു നല്ല കൂടുമായിരുന്നു. അതാണിപ്പോൾ പോയിരിക്കുന്നത്. ഞാൻ എന്തായാലും നല്ല വൃത്തിയായിട്ട് ഈ ചട്ടങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഈ പെട്ടി തന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടിയിലോട്ട് ഏതെങ്കിലും കൂട് പിരിഞ്ഞു പോകുമോ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്ക് ഈ കൂട്ടിൽ ഇതിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ. അപ്പം അവർക്ക് എവിടെയെങ്കിലും കയറിയിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഈച്ച കയറിയിരിക്കും അവിടെ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ റയറായിട്ട് സംഭവിക്കാറുണ്ട് കേട്ടോ. ഈച്ചകൾ കൂടിനകത്ത് വന്ന് തന്നെ സെറ്റാകുന്നുണ്ട്. പിന്നെ ഇതിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു കൂട് പിരിക്കുവാണെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇതിനകത്തോട്ട് പിരിച്ച് മാറ്റി വെക്കാൻ സാധിക്കും. അന്നേരം ക്ലീൻ ചെയ്യാനൊന്നും പോകണ്ട. തന്നെയല്ല, നമ്മൾ ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂട് ഈ പെട്ടികളെല്ലാം ദ്രവിച്ച് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഈ അടിപ്പലകൊക്കെ മുഴുവൻ ഇപ്പം തന്നെ പൊടിയായി. ഈ അട പഴകിയിട്ട് പൊടിഞ്ഞ് താഴോട്ട് ചാടാൻ തുടങ്ങും. മഴയും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു റീസൺ ഉള്ളത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തു വെക്കുക. ഓരോ പ്രാവശ്യവും നമുക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായത് ഇങ്ങനെ ഈ കൂടുകൾ പോകുമ്പം. എനിക്കൊട്ടും ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ചില സമയത്ത് വിചാരിക്കും ഇതെന്തൊരു കഷ്ടമായി, ഈ ഈച്ചയുടെ കുത്തെല്ലാം കൊണ്ടിട്ട് ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാലും പിന്നെ നമുക്ക് പിരിച്ചുണ്ടാക്കാം. ഒരു കൂടാണെങ്കിൽ ഒരു കൂടിനെ 4 കൂടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും അതിനെ ഇങ്ങനെ കൂട്ടി വെക്കും. പിന്നെ തേൻ നമുക്ക് നാച്ചുറൽ നല്ല തേൻ കിട്ടുമല്ലോ.